Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Okay, prayer എല്ലാം കഴിഞ്ഞോ? ഇല്ല, പ്രയർ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ മാത്രമല്ല, തോട്ട് ഫോർ ദി ഡേ, സൈനിങ്, അതായത് എല്ലാരെയും വെൽക്കം ചെയ്യാം. ക്ലാസ് കഴിയുമ്പോൾ സൈൻ ഔട്ട് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു എല്ലാം പറഞ്ഞ് ബൈ എല്ലാം പറഞ്ഞു പോവാം. പിന്നെ ആ ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അത് പറയാം, ന്യൂസ് പറയാം. ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് യുവർ പ്ലാറ്റ്ഫോം. നിങ്ങളാണ് ഇവിടുത്തെ ക്യൂൻസ്. ഓക്കെ ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാ എന്റെ പ്രയർ? ഞാനാണ് പറയുന്നത്. Angel of God, my guardian, dear to whom God's love commits me here ever this day and night, be at my side to light and guard, to rule and guide. Amen. Ma'am, sign in. Good morning, everyone. A warm welcome to our classroom. I am thrilled to be learning with you and our teacher Disha ma'am. Let's dive into our virtual space, explore the resources, and make the most of our time together. Thank you. Thought of the day. Good morning, teacher and my dear friends. Today's thought of the day is small steps led to big success. This means that small efforts every day can help us achieve big goals in life. Thank you. Have a nice day. Okay, so very warm good morning to all of you. Okay, വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട്. മറ്റേ റെക്കോർഡ് ബുക്കിലെ ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്, അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാമോ? ഞാൻ ഡീറ്റെയിൽസ് ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ? ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. പക്ഷെ എനിക്ക് ട്രഡീഷണൽ നോളജ് അത് എങ്ങനെയുള്ള, ഈ പണ്ടുള്ളൊരു നഖം വെട്ടരുത് എന്നുള്ളതാണോ അതോ അങ്ങനെയുള്ളൊരു ഡൗട്ട്. ഒറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്റ്റ് ആയിരിക്കണം, ബ്ലൈൻഡ് ബിലീഫ് ആകരുത്, അന്ധവിശ്വാസമാകരുത്, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് നമുക്ക് കറക്റ്റ് സയന്റിഫിക് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ട്രഡീഷണൽ നോളജ് നമുക്ക് എടുക്കാം. അപ്പോ നഖം വിട്ടരുത്, എന്താ പറയാ, രാത്രി അരക്കരുത്, അലക്കരുത്, അങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലാട്ടരുത്, കട്ടിലിന്റെ, അത് അന്നത്തെ സാഹചര്യങ്ങൾ ഡിഫറെന്റ്. അവരോട് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദേ ഡോണ്ട് ഹാവ് എനി എക്സ്പ്ലനേഷൻ. അവർക്ക് പറയാൻ എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ശരിയല്ലേ? നമ്മളെ തിരിച്ചു വഴക്ക് പറയും, അറുതല്ല പറയുന്നു. അതെ അതെ, പണ്ടുള്ളവർ ഈ നഖം വെട്ടരുത് എന്നുള്ളത് ഇപ്പൊ പക്ഷെ എങ്കിലും അത് ഓരോരുത്തർ പറയുന്നത്, പണ്ടുള്ളവർ സന്ധ്യക്ക് നഖം വെട്ടരുത് എന്ന് പറയുന്ന ആഹാരത്തിനകത്തൊക്കെ വീഴും, അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്നുള്ള ഒരു രീതിയൊക്കെ. അന്ന് കറണ്ട് ഇല്ലായിരുന്നല്ലോ. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്റെ വീട്ടിൽ മീൻസ് ഞാൻ വാടകയ്ക്ക് താമസിക്കായിരുന്നു. അവിടെ കറണ്ട് വന്നു, നമ്മുടെ ഏരിയയിൽ കറണ്ട് വന്നു. അപ്പം ഇരുട്ടത്താവുമ്പോ അന്ന് നെയിൽ കട്ടറൊന്നുമില്ല, ഈ കത്തി വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടൊക്കെ ആയിരുന്നു നഖം വെട്ടിയിരുന്നത്. അപ്പം മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്, അപകടം സംഭവിക്കും. അതുകൊണ്ടാണ് ശരിക്കും കാണില്ലല്ലോ, കാഴ്ച ശരിയാവണല്ലോ, പ്രത്യേകിച്ചും കുട്ടികളുടെയൊക്കെ നഖം വെട്ടിട്ട്. പിന്നെ അരക്കരുതെന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്ത് അരകല്ലൊക്കെ പുറത്തായിരുന്നു, കറണ്ടില്ല. സന്ധ്യാസമയങ്ങളിലും ആ രാത്രി സമയത്തൊക്കെയാണ് ഇഴജന്തുക്കളും പ്രാണികളും ഒക്കെ കൂടുതൽ വരുന്ന സമയം. അപ്പൊ അരക്കുന്നതിലേക്ക് അത് വീണ് കഴിഞ്ഞു കഴിഞ്ഞാല് അത് ബുദ്ധിമുട്ടാവും. പിന്നെ അവിടെയൊക്കെ തണുപ്പ് കൂടുതലായിരിക്കും, കല്ലൊക്കെ ഇരിക്കുന്ന ഭാഗത്ത്. ഇഴജന്തുക്കൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആളുകൾക്കും അപകടം സംഭവിക്കും. അലക്കുകല്ലും പുറത്തായിരുന്നു, ഇന്നത്തെ പോലെ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ പരിപാടികളല്ലല്ലോ. അലക്കുകല്ലും പുറത്തായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പറയുന്നത്, ഞാൻ നോ ഓഫൻസ്. പിന്നെ കട്ടിലിരുന്ന കാലാട്ടരുതെന്ന് പറഞ്ഞാൽ പണ്ട് ഈ കട്ടിലിന്റെ അടിയിലാണ് ഈ മറ്റേ അതിന്റെ പേര് കോളാമ്പി വെച്ചിരുന്നത്. പണ്ടത്തെ ആൾക്കാർ തുപ്പാനായിട്ട് യൂസ് ചെയ്യുന്ന, അന്ന് ഇതൊന്നും പോലെ അകത്ത് ബാത്റൂമും വാഷ് ബേസിനും ഒന്നും ഉണ്ടാകാത്തൊരു കാലമായിരുന്നിരിക്കാം. അപ്പൊ അത് തട്ടി അവിടെ മുഴുവൻ വൃത്തികേടാവും, പണിയാവും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ലൈക്ക് അതിനൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ അവർക്കും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഞാനത് എഴുതി വന്നപ്പോ എല്ലാം തന്നെ മെഡിസിനൽ മെഷേഴ്സ് ആയി. ഞാൻ എന്റെ റെക്കോർഡ് എടുക്കട്ടെ, 1 സെക്കൻഡ്. മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്. അതിന്റെ സയൻസ് ഉണ്ട്
അല്ലെ? അതിനകത്തെ ആ ഒരു കെമിക്കൽ ഒരു ഇതുപോലെയുള്ളത് നമ്മുടെ പല്ല് നല്ലപോലെ ക്ലീൻ ചെയ്യും. പല്ലിന് അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്ലോവ് ആൻഡ് കാർഡമം ആർ വെരി ഗുഡ് മൗത്ത് ഫ്രഷ്നർ. പണ്ട് ആൾക്കാർ വായിലിട്ടിരുന്നത് ഇതുപോലെ അന്നത്തെ പോലെ മൗത്ത് ഫ്രഷ്നറും ചൂയിങ്കം അങ്ങനത്തെ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നല്ലോ. അപ്പൊ ക്ലോവ് അത് നമുക്കത് നാച്ചുറൽ സാധനമാണ്, നമുക്ക് കെമിക്കൽസ് ഒന്നുമല്ല. ക്ലോവ് ആൻഡ് കാർഡമം ആർ വെരി ഗുഡ് മൗത്ത് ഫ്രഷ്നേഴ്സ്. ബേൺ ഡ്രൈഡ് നീം ലീവ്സ് വിച്ച് വിൽ റിമൂവ് മോസ്കിറ്റോസ്. കൊതുകിനെ ഇതാക്കാനായിട്ട് ഉണങ്ങിയ വേപ്പിന്റെ ഇല അങ്ങനെ കത്തിച്ചാൽ മതി എന്ന് പറയാം. അതിന്റെ പുക കൊണ്ട് കൊതുക് അല്ലെങ്കിലും വേപ്പിന്റെ ഇല നമ്മള് ഷെൽഫിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷെൽഫിലൊക്കെ കയറുന്ന ചില പ്രാണികളൊക്കെ ഉണ്ട്, അതൊന്നും കയറില്ല എന്നൊക്കെ പറയുന്നേക്കാം. ഡ്രസ്സിന്റെ ഇടയിലൊക്കെ ഉണങ്ങിയ നീം ലീവ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാന്ന് പറയും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്വെല്ലിംഗ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഉപ്പുവെള്ളം ഇങ്ങനെ പോർ ചെയ്യും അല്ലെ? അത് ലൂക്ക് വാം വാട്ടറിൽ ഉപ്പിട്ടിട്ട് സ്വെല്ലിംഗ് ഏരിയയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വെല്ലിംഗ്. അപ്പൊ ഞാൻ എഴുതി വന്നപ്പോ എല്ലാം ഒരു മെഡിസിനൽ ടച്ചുള്ള വാല്യൂസ് ഒക്കെ ആയി മാറി. ഇതൊക്കെ പണ്ട് കാലം തുടങ്ങിയ ആളുകൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, റിസൾട്ട് ഉള്ളതാണ്. ദർ ഈസ് സം സയൻസ് ഓൾസോ. പിന്നെ കഫിന് ടർമറിക് പൗഡർ മിൽക്കിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ, കഫിനെന്നല്ല നമ്മുടെ ബോഡിയിൽ നല്ലൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഇന്റേണൽ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പാലില് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാന്ന് പറയും. നല്ലൊരു ഡ്രിങ്ക് ആണ്. പനി സമയത്തൊക്കെ പാല് കുടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞളും തുളസിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മളെന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ്സ് ഉള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു നല്ല യൂസ്ഫുൾ. അതിന്റെ സ്റ്റിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നു പറയണേക്കാം. പിന്നെ ഛർദ്ദിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് ഇത് പ്ലെയിൻ വാട്ടറിൽ ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ബോയിൽ ചെയ്ത് ഇന്ന് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാന്ന് പറയും. പിന്നെ ഡിസെൻട്രി, വയറിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഇഞ്ചിയും ഉപ്പും കൂടെ, അതൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയതെല്ലാം തന്നെ ഞാനിപ്പോ വായിച്ചു 10 എണ്ണം. ഇഞ്ചിയും ഉപ്പും കൂടെ ചവച്ച നീരിറക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ ഞാൻ എഴുതിയത്. ഓക്കെ, ഇനി എനി ഡൗട്ട്സ്? ഞാൻ ഈ ഒരു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് മാത്രമാണോ പറഞ്ഞേ? രണ്ടാമത്തെ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ക്ലാസ് റൂമില് മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡിന്റെ ഒരു PDF വന്നിട്ടുണ്ട്. അതെന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് 5 റെക്കോർഡാണുള്ളത് അല്ലേ? അല്ലേ? അതെ. 5 റെക്കോർഡില് 5ാമത്തെ റെക്കോർഡ് മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡാണ്. അതായത് ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസും ഫീച്ചേഴ്സും കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ആ വന്നിരിക്കുന്ന PDF. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ 5ാമത്തെ റെക്കോർഡായ അപ്പാരറ്റസ് റെക്കോർഡിലേക്ക് കോപ്പി ചെയ്യാം. സാധാരണ ചെയ്തിരുന്നത് ഞാൻ എഴുതിയ റെക്കോർഡ് ബുക്ക് ഒരു കുട്ടിയെ കൊണ്ട് എഴുതിപ്പിച്ച് അതിന്റെ ഒരു സ്കാൻഡ് കോപ്പി, ഇമേജ് എടുത്തിട്ട് സ്കാൻ ചെയ്തൊരു കോപ്പിയാണ് എല്ലാ ബാച്ചിലേക്ക് അയക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റീഡബിൾ, വേറൊരാളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ചിലർക്ക് റീഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പൊ അതിനെ റീഡബിൾ ഫോർമാറ്റിലേക്ക് ആക്കാനും പിന്നെ അത് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ മിസ്റ്റേക്കും ഗ്രാമറും ഒക്കെ ശരിയാക്കി അപ്ഡേറ്റ് ചെയ്യാൻ, ആഡ് ചെയ്യാനും ഇതൊക്കെ ആഡ് ചെയ്ത് അത് അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചിരിക്കുന്നത്. ഇനി എഴുതുമ്പോൾ 5ാമത്തെ റെക്കോർഡ് അതിൽ നോക്കി കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ക്ലിയർ ആയി? അതെ, ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ട് ഇടണം. കാരണം നിങ്ങൾ എഴുതുന്ന ഓരോ മെറ്റീരിയൽസിന്റെ പിക്ചർ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. പിക്ചർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിരിക്കും, മറ്റേത് അതുപോലെ അതേ ഓർഡറിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി. നമ്മൾ 5 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അതായത് മോണ്ടിസോറി സ്കൂളില്, ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആ സ്കൂളിൽ 5 ഏരിയ ഉണ്ടാവും. ഈ 5 ഏരിയയിലുള്ള മെറ്റീരിയൽസ് ആണ് 1 by 1 ആയിട്ട് ഓരോ ഏരിയ തിരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അത് ഇപ്പോഴേ എഴുതണമെന്നൊന്നുമില്ല. കാരണം 5ാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും പ്രാക്ടിക്കൽസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് മോഡ്യൂൾ 3 നിങ്ങളിത് മറിച്ച് നോക്കി കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽസ് ആണ്. അതിൽ 5 പാർട്ടാണ്. ഈ 5 പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ 5 ഏരിയ ആണ്. നമ്മളിപ്പോ റെക്കോർഡ് ബുക്കിലെ മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സും പ്രിൻസിപ്പിൾസും വന്നിട്ടുണ്ടല്ലോ, ആ 5 ഏരിയ ആണ് 5 പാർട്ടിൽ വരുന്നത് മോഡ്യൂൾ 3യുടെ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് മറിച്ച് നോക്കി വായിച്ചു നോക്കി കഴിഞ്ഞാൽ കാര്യം പിടിയിട്ടും നിറയെ പ്രാക്ടിക്കൽസ് ആണ് അതിൽ വരുന്നത്. പിന്നെ മോഡ്യൂൾ 1 നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന മോഡ്യൂൾ 1ൽ നിങ്ങൾക്ക് പാർട്ട് 1 ആയിട്ടുണ്ടാവുള്ളൂ അല്ലെ? പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തു ആരെങ്കിലും? നിഷ മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചൈൽഡ് ഡെവലപ്മെന്റ്.
ഓക്കെ ഓക്കെ ഫൈൻ. പാർട്ട് ത്രീ ആണ് നമ്മുടെ കോർ ടോപ്പിക്. അതായത് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഭാഗം വരുന്നത് പാർട്ട് 3 ആണ്. പാർട്ട് 3 എത്തുമ്പോഴാണ് നമ്മൾ പാരലൽ ആയിട്ട്, അതായത് നമ്മൾ മോണ്ടിസോറി മെത്തേഡിന്റെ തിയറിയും ആപ്ലിക്കേഷൻസും നമ്മൾ പഠിക്കുമ്പോഴാണ് അതിന് പാരലായിട്ട് നമ്മൾ മോഡ്യൂൾ 3യും പ്രാക്ടിക്കൽസും ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ പാർട്ട് 3 ആകാറാവുമ്പോ നമ്മളുടെ വർക്കുകൾ, അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, ഇതെല്ലാം റെക്കോർഡിന്റെ വർക്കുകൾ എല്ലാം ഒന്ന് ഫിനിഷ് ആകുന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, എളുപ്പമായിരിക്കും. പാർട്ട് 3 എത്തുമ്പോഴേക്കും നമ്മുടെ വർക്കുകളെല്ലാം ഓൾമോസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി വെക്കണം കേട്ടോ. പാർട്ട് 3ക്കാണ് ഇത്തിരി നമുക്ക് ടൈം എടുക്കുക ക്ലാസ്. പാർട്ട് 3യില് 3, 4, 7, 10 ഈ ഇത്രയും യൂണിറ്റ്സ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. പക്ഷെ ഈ യൂണിറ്റ്സ് ഇത്തിരി ഒന്ന് ഡൈജസ്റ്റ് ആവാൻ നമ്മൾക്ക് ടൈം എടുക്കും. ബട്ട് നമുക്കത് ശരിയാകും. നമ്മൾ അതിങ്ങനെ അതിലൂടെ പോകണം ശരിക്കും. മറ്റ് ചാപ്റ്റേഴ്സിനെ പോലെയല്ല. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഇപ്പൊ ഒരു മാം പറഞ്ഞില്ലേ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ഒരു PDF പോലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് മാം ഇപ്പൊ പറഞ്ഞേ. പാരറ്റസ് റെക്കോർഡിന് ഹെഡിങ് ഉണ്ടോ? ഇൻട്രോഡക്ഷൻ അബൌട്ട് മോണ്ടിസോറി മെത്തേഡ് ആൻഡ് ഡോക്ടർ മരിയ മോണ്ടിസോറി. യെസ്, അത് തന്നെ. അതിൽ എഴുതിയേച്ചാ മതിയോ? അത് 5ാമത്തെ റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡിൽ എഴുതേണ്ടതാണ്. അപ്പൊ ആ അപ്പാരറ്റസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടർ മോണ്ടിസോറിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്. മനസ്സിലായോ? അപ്പൊ അത് തന്നെ എഴുതിയേച്ചാ മതി 5ാമത്തെ റെക്കോർഡില്. അതെ, ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ട് ഇടണം, അവിടെ പിക്ചേഴ്സ് ഒട്ടിക്കണം. ഓക്കെ. റൈറ്റ് സൈഡിൽ മാത്രം എഴുതുക. ഓക്കെ. എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനിത്തിങ്? ഓക്കെ ബൈ. സോറി മാം, സോറി. അപ്പൊ മാം ഇപ്പൊ എഴുതാൻ പറഞ്ഞിരിക്കുന്ന റെക്കോർഡ് 1 അല്ലേ ടോപ്പിക് എന്ന് പറഞ്ഞു തന്നത്? യെസ്, ഞാൻ നിങ്ങളോട് എഴുതാനായിട്ട് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് റെക്കോർഡ് 1 ആണ്. അതായത് മൈ കളക്ഷൻ ബുക്ക് അല്ലേ? ഇപ്പൊ തന്നിരിക്കുന്നത് 5ാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ റെക്കോർഡ് ബുക്കിലേക്ക് കോപ്പി ചെയ്യണം, അത് നോക്കിയിട്ട്. ക്ലിയർ ആയോ? അതായത് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മോണ്ടിസോറിയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, പിന്നെ ഓരോ ഏരിയ ആയിട്ട് തിരിച്ച് അതിനകത്ത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ തന്നെ പെട്ടെന്നൊന്നും കോപ്പി ചെയ്യണമെന്നൊന്നും പറയണമെന്നില്ല. പക്ഷെ സമയം കിട്ടുമ്പോഴൊക്കെ കുറേശ്ശെയായിട്ട് കോപ്പി ചെയ്ത് വെച്ചോളൂ. പക്ഷേ എന്തായാലും നിങ്ങൾ കോപ്പി ചെയ്യുവാണ്, വായിച്ച് എഴുതുക. അപ്പോ നമുക്ക് ഒരു 1 ടൈം റീഡിംഗ് ആണ്. ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറെ കാര്യങ്ങളൊക്കെ കയറും. പിന്നെ പ്രാക്ടിക്കൽസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ലപോലെ മനസ്സിലാവും. ധൃതി പിടിച്ച് കോപ്പി ചെയ്യേണ്ട, കുറേശ്ശെയായിട്ട് ചെയ്താൽ കഴിഞ്ഞാൽ മതി. സമയം കിട്ടും. മാം ഒരു കാര്യം കൂടെ, മൊഡ്യൂൾ 3-നകത്തല്ലേ പ്രാക്ടിക്കൽ മൊത്തം? അതെ. അതാണോ ഇപ്പൊ മാം പറഞ്ഞ പ്രാക്ടിക്കൽ മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ? അതെ, ഇപ്പൊ മാം പറഞ്ഞത് അതൊരു ഏരിയ. ഇനിയുണ്ട് 5 ഉണ്ട്. അങ്ങനെ 5 ഏരിയ ആണ്. നോക്കിക്കഴിഞ്ഞാൽ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കിട്ടുമ്പോ മോഡ്യൂൾ 3യും വായിക്കാം, സമയം കിട്ടുമ്പോ റെക്കോർഡ് വായിച്ച് എഴുതുക. നിങ്ങൾക്ക് ഇപ്പോ എഴുതാനായിട്ട് തന്നിരിക്കുന്നത് മൈ കളക്ഷൻ ബുക്കിലെ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ട്രഡീഷണൽ നോളജ് പറഞ്ഞത് മൈ കളക്ഷൻ ബുക്കാണ്. അത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഒരു റെക്കോർഡ് മാത്രമാണ് കോപ്പി ചെയ്യാനായിട്ട് തന്നിട്ടുള്ളൂ. ബാക്കി ഉള്ളതെല്ലാം നമ്മളുടെ ഐഡിയ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യേണ്ടത്. ബാക്കി 4 എണ്ണം. 1ാമത്തെ റെക്കോർഡ് എഴുതി തുടങ്ങിയോ? കഴിഞ്ഞോ ആരെങ്കിലും? ഓൾമോസ്റ്റ് ഒന്ന് ഫിനിഷ് ആവുമ്പോൾ പറയൂ. ഞാൻ അടുത്തത് എഴുതാനായിട്ട് ഡീറ്റെയിൽസ് തന്നിരുന്നോ? ഇല്ല. ഒരുവിധം എല്ലാരും ഒന്ന് ഫിനിഷ് ആകാറാവുമ്പോഴേക്കും ഒന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് മക്കൾക്ക് ഈ മന്ത് എക്സാം ലാസ്റ്റ് കഴിയും. ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോൾ ആനുവൽ എക്സാം ഒക്കെ കഴിയും. 2 ആൾക്ക് എക്സാം ആണ്. അപ്പോ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന്. കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല.
വെക്കേഷനിൽ ആണെങ്കിൽ എന്താ ഒരു ഗുണം എന്നറിയോ? ഈ കളക്ഷൻ ബുക്കും അടുത്തത് ഞാൻ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കാണ് തരുന്നത്. ഇത് രണ്ടും മക്കളുമായിട്ടിരുന്ന് ചെയ്യാം. അവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുറെ ആക്ടിവിറ്റീസ് അല്ലേ. പിന്നെ നോമ്പുമാണ്, തീരെ ടൈമും കിട്ടുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. ആരും എന്നോട് പറഞ്ഞു നോമ്പ് സമയത്ത് എനിക്ക് നിറയെ സമയമുണ്ട്, പകല് മുഴുവൻ ഞാൻ വെറുതെ ഇരിക്കുക, ഞാൻ വർക്ക് തരുമെന്നായിരുന്നു ആരോ പറഞ്ഞു. ചിലപ്പോ വീട്ടില് കുറെ പേരുണ്ടാവും ജോലിക്ക്. ചെറിയ കുഞ്ഞുണ്ട്, ചെറിയ മോളുണ്ടല്ലോ, ഒന്നിനും ടൈം കിട്ടുന്നില്ല. ഞാൻ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കുട്ടികളുണ്ടാവും, എന്റെ വലിയ കുട്ടികളുണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്യാലോ. എല്ലാരും കൂടെ ചെയ്താൽ മതി. അത് നല്ല രസമായിരിക്കും. അതപ്പോ അവരുടെ സ്ക്രീൻ ടൈമും കുറയും. അവരങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. കുട്ടികളെയും കൂട്ടും, വീട്ടിലെല്ലാരെയും കൂട്ടും. ഓക്കെ. സോ നമ്മൾ എവിടെ വരെയായിരുന്നു? വേറെ ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഷെയർ ചെയ്യട്ടോ. 10 പേരെ മീറ്റ് ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞായിരുന്നോ? ഹെൽത്തിനെ കുറിച്ച്, അവരുടെ ഹെൽത്ത് എങ്ങനെ ആയിരിക്കണം, അതൊക്കെ എഴുതിയോ? വെരി ഗുഡ്. പിന്നെ മാം പറഞ്ഞില്ല ഈ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പഠിപ്പിച്ചപ്പോ മറ്റേ റേഡിയോ പ്രോഗ്രാം, ഫീച്ചേഴ്സ് പ്രോഗ്രാം, ഫിലിം ഒക്കെ വേണം. ടിവി ഷോസോ അല്ലെങ്കിൽ മാഗസിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പേര് എഴുതി വരാൻ പറഞ്ഞു. ഏത് ചാനൽ വന്നിട്ടുണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ. ഏതൊക്കെയാ നിങ്ങൾക്ക് കിട്ടിയത്? ഞാൻ പറയട്ടെ മാം. പറയൂ. മെന്റൽ ഹെൽത്ത് അവയർനെസ് മൂവീസ്. ഒന്നാമത്തെ മൂവി എ ബ്യൂട്ടിഫുൾ മൈൻഡ് 2001 റിലീസായത്. സിൽവർ ലൈനിങ്സ് പ്ലേ ബുക്ക് 2012 റിലീസായത്. ഇൻസൈഡ് ഔട്ട് 2015 റിലീസായത്. ഫിസിക്കൽ ഹെൽത്ത് അവയർനെസ് മൂവി താരെ സമീൻ പർ 2007, ടു ദി ബോൺ 2017, ബ്ലാക്ക് 2005. റേഡിയോ പ്രോഗ്രാംസ് റേഡിയോ ഹെൽത്ത് 2008 മുതൽ പോകുന്നുണ്ട്. പിന്നെ ആശ്രയ FM 19 സൺഡേസിൽ വേക്കപ്പ് വിത്ത് ആശ്രയ എന്ന് പറഞ്ഞ പ്രോഗ്രാം പോകുന്നുണ്ട്. പിന്നെ ഏഷ്യാനെറ്റ് റേഡിയോസിലും ഓൾ ഇന്ത്യ റേഡിയോയിലും ടൈം പീരീഡ് അനുസരിച്ച് ഓരോ ഇതില് റെലവൻസ് അനുസരിച്ച് അതിന്റെ ഹെൽത്ത് പ്രോഗ്രാംസ് പോകുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഗ്ലോബൽ ഹെൽത്ത് മീഡിയ പ്രോജക്റ്റ്, പിന്നെ ഡോക്ടേഴ്സ് സർക്കിള്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഇത്രയും യൂട്യൂബ് ചാനൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ആരോഗ്യപഥം എന്ന് പറഞ്ഞ പരിപാടി കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അമൃത TVയിൽ ആരോഗ്യ വാർത്തകളുണ്ട്. പിന്നെ 2 ബുക്കുകൾ കണ്ടിട്ടിട്ടുണ്ട്. ഡോക്ടർ പീറ്റർ ആറ്റിയയുടെ ഔട്ട് ലൈഫ് എന്ന് പറഞ്ഞതും സ്റ്റോപ്പ് ഓവർ തിങ്കിങ്, നിക് ട്രെൻഡിന്റെ സ്റ്റോപ്പ് ഓവർ തിങ്കിങ്ങും. ഇതിലുള്ള ഗൃഹലക്ഷ്മിയിലുണ്ട്. പിന്നെ മാതൃഭൂമിയുടെ ആരോഗ്യ മാസിക, ആരോഗ്യം, മംഗളത്തിന്റെ ആരോഗ്യം ഉണ്ട്, മനോരമേന്റെയും ആരോഗ്യം. മംഗളത്തിന്റെ ആരോഗ്യ, മനോരമേന്റെ ആരോഗ്യം. പിന്നെ ചില മാഗസീൻസിലും ന്യൂസ് പേപ്പറിലൊക്കെ ചെറിയ ചെറിയ കോളംസ് വരും അല്ലേ? സൗന്ദര്യ സംരക്ഷണം, അതും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? പിന്നെ ഏഷ്യാനെറ്റിൽ ഡോക്ടർ ലൈവ് ഉണ്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച 2 മണിക്ക്. പിന്നെ ആരോഗ്യ വാർത്തകൾ അമൃതയില്, പിന്നെ ആരോഗ്യം മഹായോഗ Z5-ല്, ഗുഡ് ഹെൽത്ത് ഉണ്ട് പിന്നെ അമൃതയിൽ തന്നെ. പിന്നെ പരിപാടികളുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ? പിന്നെ ഗവൺമെന്റിന്റെ ഇല്ലേ ഹെൽത്ത് കെയർ വേൾഡ്.com ആരോഗ്യ വകുപ്പിന്റെ ഹെൽത്ത് പോർട്ടൽ ഉണ്ട് മാം. TV പ്രോഗ്രാം ഡോക്ടർ സ്പീച്ച്, ചിന്ത, ശുചിത്വം, നല്ല കേരളം, പോസ്റ്റർ, ശുചിത്വം, ന്യൂട്രീഷൻ, രോഗപ്രതിരോധം, ഫീച്ചേഴ്സ് ഫിലിം, ഹെൽത്ത് ഡോക്യുമെന്ററി ഫീച്ചേഴ്സ്, റേഡിയോ പ്രോഗ്രാം വിദഗ്ധരുടെ ചർച്ചയും അഭിമുഖവും. ഇനി ഇവര് പറഞ്ഞ പോലെ സിനിമകളും ശുചിത്വ കേരളം ഒക്കെയുണ്ട്. എല്ലാരും എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അലീസ ആദ്യം പറഞ്ഞ കുറെ മൂവീസ് അതൊക്കെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൂവി
ഇൻസൈഡ് ഞാൻ ഔട്ട് താരെ സമീൻ പർ കണ്ടിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ജസ്റ്റ് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെയും പ്രോഗ്രാംസ് ഉണ്ട്. ചില മൂവീസ് ഒക്കെ നമ്മൾ കുട്ടികളെയും കൂടെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതിന്റെ കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല മാം. മാം ഔട്ട്സൈഡ് ദി സ്കൂൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ആണോ? ഇമ്പോർട്ടൻസ് അല്ല. അപ്പൊ 27th ഇന്റീരിയർ വരെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പോയിന്റ്സ്. സോറി മാം, എനിക്ക് തെറ്റിപ്പോയത്. പേഴ്സണൽ ഹൈജീൻ എന്നെ എടുക്കണ്ടേ? ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അതായത് ഇത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളുടെ മാഗസീൻസിന്റെയും മൂവിയുടെ ഒക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടത്. എനിക്കും അത് മനസ്സിലായില്ലേ. ഇൻസൈഡ് ദ സ്കൂൾ കഴിഞ്ഞു, ഔട്ട്സൈഡ് ദ സ്കൂൾ എടുക്കണം എന്നാണോ അതോ അതും കഴിഞ്ഞു എന്നാണോ? ഔട്ട്സൈഡ് ദി സ്കൂൾ കഴിഞ്ഞു, ഫിനിഷ് ചെയ്തായിരുന്നു. ഐശ്വര്യ പറഞ്ഞ പോലെ പേഴ്സണൽ ഹൈജീൻ ഇതല്ലേ കഴിഞ്ഞു. ഇതിന്റെ അല്ലേ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്തതല്ലേ പറഞ്ഞത്? ഓക്കെ, സോ പേഴ്സണൽ ഹൈജീൻ. നമ്മൾ ശരിയായ രീതിയിൽ വ്യക്തി ശുചിത്വം അല്ലെ, പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഹൈജീൻ വരും. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ശരീരം നമ്മൾ നല്ല ഹൈജീൻ ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നല്ല ഒരു താമസ സ്ഥലമാണ് അണുക്കൾക്ക് വന്ന് താമസിക്കാൻ അല്ലെ. ജംസിന് സുഖമായിട്ട് വന്ന് നമ്മുടെ ബോഡിയിൽ നിൽക്കാം. നമ്മള് ചില ചെടികളിലൊക്കെ, പ്രത്യേകിച്ച് മാവ് അങ്ങനെയുള്ളതിലൊക്കെ വളരുന്ന ഇത്തിൽക്കണ്ണികളെ കണ്ടിട്ടില്ലേ? അതുങ്ങൾ എന്താ ചെയ്യാ? ചെടിക്ക് എന്തൊക്കെ ന്യൂട്രിയൻസ് ചെടി കിട്ടുന്നുണ്ടോ അത് മുഴുവനും വലിച്ചെടുക്കും. ഒരു ഹോസ്റ്റിനെ കണ്ടെത്തി അവരുടെ ബോഡിയിൽ നിന്ന് താമസിക്കും. എന്നിട്ട് ആ ഹോസ്റ്റിലേക്ക് വരുന്ന ന്യൂട്രിയൻസ് മുഴുവനും ഇവര് വലിച്ചെടുക്കും, വലിയ പണിയൊന്നും ചെയ്യാതെ. അങ്ങനെ ഹോസ്റ്റ് ആയിട്ടുള്ള ആ മരം അങ്ങ് ഉണങ്ങി ക്ഷീണിച്ച് ശോഷിച്ച് അത് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ പാരസൈറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ബോഡിയിലും ഇതുപോലെ തന്നെ പാരസൈറ്റ്സ് വന്ന് അത് ചെയ്യാറുണ്ട്. കൊക്കോ പുഴു എന്ന് പറഞ്ഞാൽ കൊക്കോ, ആ ഒരു ടേപ്പ് അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതൊന്നും അങ്ങനെ കേൾക്കുന്നില്ല അല്ലെ. കുട്ടികൾക്ക് മറ്റേ ഡിവോം ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ചുള്ള ഒരു പ്രിവെൻഷൻസ് ഒക്കെ കൊടുക്കുന്ന കാരണം ഇപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങളെ പറ്റി കൂടുതൽ കേൾക്കുന്നില്ല. ഓക്കെ, ഇത് ആ 2 പാരഗ്രാഫ് ആണെങ്കിൽ ഒന്ന് വായിക്കാം. പേഴ്സണൽ ഹൈജീൻ വായിക്കട്ടെ. യെസ് പ്ലീസ്. Personal hygiene may be described as the principle of maintaining neatness and grooming of the external body. Personal hygiene is, as it says, personal. Everybody has their own habits and standards that they have been taught or they learn from the others. It is basically the promotion and continuance of good health. So, for proper and organized working of the body, it is necessary to have good personal hygiene. Through proper health education, we have to develop good hygiene habits in children. Okay, disease ഫുൾ വായിക്കണം മാം, താഴെയുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. സോ ഡിസീസസ് ഒക്കെ വരാനുള്ള കാരണം പല രീതിയിലുള്ള ജേംസും അതുപോലെ തന്നെ പാരസൈറ്റ്സ് എല്ലാമാണ്. അത് വളരുക മാത്രല്ല, റീപ്രൊഡക്ഷനെ സംഭവിക്കും. ഇങ്ങനെ മുട്ടയിട്ട് പെരുകുന്നൊക്കെ പറയണ പോലെ ആ രീതിയിൽ. നമ്മുടെ സ്കിൻ, അതുപോലെ തന്നെ ഇൻ ആൻഡ് അറൌണ്ട് ദ ഓപ്പണിംഗ് ഓഫ് ദ ബോഡി, നമ്മുടെ ചെവി, മൂക്ക്, വായ. കാരണം നമ്മളൊരു ദിവസം പലതവണ നമുക്കിപ്പോ വായ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം, മൂക്കും ചെവിയൊന്നും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. പക്ഷെ എന്നാലും നമ്മളുടെ ബോഡി അതിനനുസരിച്ച് ഗ്രൂംഡ് ആണ്. ചെവിയിൽ വാക്സ് ഉണ്ട്, അത് നല്ല രീതിയിലുള്ള വാക്സ് ഉണ്ട്. വാക്സ് കൂടുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക. അതൊക്കെ പുറത്തുനിന്ന് വരുന്ന പല പൊടി, അതുപോലെ തന്നെ ഈ ചെറിയ ജീവികള്, അതിനൊക്കെ ഒരു തടസ്സമാണ് ശരിക്കും ആ വാക്സ് എന്ന് പറയുന്നത്. മൂക്കിന്റെ ഉള്ളിലും അതുപോലുള്ള ഒരു സ്ട്രക്ചറാണ്. അങ്ങനെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ
ചിലപ്പോൾ നമ്മൾ ശക്തിയായി തുമ്മുന്നത് അതായിരിക്കും. എന്തെങ്കിലും പെട്ടെന്ന് കയറുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഡൻസിയാ അങ്ങ് സ്നീസ് ചെയ്ത് അതങ്ങ് പോകും. പിന്നെ നമ്മള് എപ്പോഴും വാ കഴുകണം എന്ന് പറയും. ഈവൻ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോഴും നമ്മൾ വാ വൃത്തിയായി കഴുകണം എന്നാ പറയുന്നത്. കാരണം ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും ബാക്ടീരിയാസ് ഉണ്ടാവും, ജേംസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതും ശീലിപ്പിക്കണം എന്നാ പറയാ കുട്ടികളെ. കൈയും കാലും വായും എല്ലാം പുറത്തിറങ്ങിയതിന് ശേഷം വായും കൈയും നല്ലതുപോലെ കഴുകാനായിട്ട് ശീലിക്കും. ഇങ്ങനെയുള്ള ജേംസും പാരസൈറ്റ്സും നമ്മുടെ ബോഡിയിൽ കയറും. ഇപ്പൊ അതായത് ആളുകൾക്ക് നല്ല പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് ഇല്ലെങ്കിൽ. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ എക്സ്റ്റേണൽ ബോഡി നല്ല രീതിയിൽ കെയർ ചെയ്യുക. അതാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. പേഴ്സണൽ ആണ്, അവനവൻ തന്നെ ചെയ്യണം. പക്ഷെ നമുക്കറിയാം കൊച്ചു കുട്ടികളെയും പ്രായമായ സുഖമില്ലാത്ത ആളുകളുടെയും കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അല്ലാതെയുള്ള ആളുകളെല്ലാം അവനവന്റെ ഹൈജീൻ ശ്രദ്ധിക്കണം. കുട്ടികളിൽ ആ ഒരു ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അത് കുട്ടികൾ മറ്റുള്ളവരിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മൾ കാണിക്കുന്നത് അവർ കാണും, അതുപോലെ തന്നെ അവരും ചെയ്യും. ബേസിക്കലി അതൊരു നല്ല ഒരു ഹെൽത്തിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് നല്ല ശീലങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബോഡി നല്ല പോലെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നല്ല പേഴ്സണൽ ഹൈജീൻ വേണം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അസുഖങ്ങളായിരിക്കും. അസുഖം വരുമ്പോൾ ബോഡിയുടെ വർക്കിംഗ് കണ്ടീഷൻസ് മോശമാവും, മെറ്റബോളിസം തകരാറിലാവും. എന്താ മെറ്റബോളിസം? എന്താ മെറ്റബോളിസം? യെസ്, അങ്ങനെ ഒന്നുണ്ടോ നമ്മുടെ ശരീരത്തില് ഈ മെറ്റബോളിസം എന്ന് പറയുന്നത്? നമ്മള് യെസ് ഗ്രോത്തിനും ആക്ടിവിറ്റീസിനും ഒക്കെ ഉള്ള എനർജിയാണ് ഫുഡ് എന്ന് കിട്ടുന്ന എനർജി. ഓക്കെ ഫൈൻ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം നമ്മളുടെ ആരോഗ്യത്തിന് നമുക്ക് ഭക്ഷണം വേണം. നമ്മൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ ഫുഡിൽ പ്രോട്ടീൻസ്, പലതരം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ന്യൂട്രിയൻസ് ശരീരത്തിന് ആവശ്യമായ രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ബോഡിക്ക് ആവശ്യമായുള്ളതെടുത്ത് ബാക്കി ഹ്യൂമൻ വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകണം. ഈ ഒരു പ്രോസസ് നടക്കണം അല്ലെ? അതിന് പറയുന്ന പേരാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മൾ ആ ആവശ്യത്തിനുള്ള ഭക്ഷണം എടുത്ത് അതിൽ നിന്നും ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ, ബോഡിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി ഉപയോഗിക്കുന്ന ഒരു രീതി. ഓക്കെ, അസുഖങ്ങൾ വന്നാൽ ഇതെല്ലാം ആകെ തകിടം മറിയും. പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷൻ, നല്ല ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ്. എനിക്കറിയാവുന്ന ഒരു ചേച്ചി, എന്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, ഈ ചിക്കൻ ബോക്സ്, നമുക്ക് ചൂട് കൂടുമ്പോൾ ചിക്കൻ ബോക്സ് വരുമല്ലേ? ഭയങ്കര സിവിയർ കണ്ടീഷൻ ഒന്നും കേട്ടിട്ടില്ല, എന്നാലും പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മയ്ക്ക് വരുമ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ വളരെ അത് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ചേച്ചിക്ക് ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചു, അങ്ങനെ വെന്റിലേറ്ററിലാണ്. ഞാൻ അത് ആദ്യമായിട്ട് കേൾക്കാം, ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ട് ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് അങ്ങനെ ഒരു സംഭവം. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ ആ ഒരു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അതൊന്നും അറിയില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഒരു ഫാമിലി കടന്നു പോകും. നമുക്ക് അസുഖങ്ങൾ വരാതെ നോക്കാം. നമുക്ക് നമ്മുടെ ഡിയർ വൺസ്, നമുക്ക് പറ്റുന്ന ഇടങ്ങളിലുള്ള ആളുകളുടെ ഹെൽത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളിപ്പോ ഒരു 10 പേരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് കാണും, ഹെൽത്തിനെ കുറിച്ചും ഹെൽത്തി ആയിട്ടിരിക്കാൻ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒന്ന് ചോദിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത് ഏത് ഏജ് ഗ്രൂപ്പാ, അല്ലെങ്കിൽ ഏത് സോഷ്യൽ ലെവലിൽ ജീവിക്കുന്ന ആളാ? ഏറ്റവും കൂടുതൽ നേരെ സംസാരിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഏതൊരു ഏജ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളാണെന്ന് പറയാം? 50 എബോ, 50 ആ ഒരു പറയാൻ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു അവിടെ അല്ലേ? അപ്പം സംസാരിച്ചു കഴിഞ്ഞപ്പം അവർക്ക് എന്ത് തോന്നി, നിങ്ങൾക്ക് എന്ത് തോന്നി? കുറച്ചും കൂടി പ്രായമുള്ളവർക്ക് ആരോഗ്യം കുറച്ച് കൂടുതലാണ്. ഇപ്പോഴുള്ള ആൾക്ക് ആരോഗ്യം വളരെ കുറവാണ്. എപ്പോഴും സുഖടും കാര്യം, അവർക്ക് പിന്നെ ആരോഗ്യമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ മുംതാസ് ആക്ച്വലി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മുംതാസ് സ്വന്തം ഹെൽത്തിനെ പറ്റി കൂടുതൽ കോൺഷ്യസ് ആയോ, കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങിയോ?
കേറി ഞാൻ തുടങ്ങണം എന്ന് വിചാരിക്കും, പറ്റുന്നില്ല. തുടങ്ങുന്നത് ഇപ്പൊ നോമ്പ് സമയമല്ലേ, ഇത് കറക്റ്റ് ഒരു ടൈമാണല്ലോ. നമുക്ക് കറക്റ്റ് ആ ഭക്ഷണത്തിനെ നല്ല പോലെ റെസ്പെക്ട് ചെയ്ത്, എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മള് ആ ഒരു ഇതെല്ലാം നമ്മളിലുണ്ടല്ലോ. അതെ, പിന്നെ നമുക്ക് കിടക്കാനൊന്നും പറ്റില്ല, ഓൾറെഡി മെലിഞ്ഞും കൊണ്ട്. പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ ക്ഷീണിച്ചോ? കുറച്ചും കൂടി ക്ഷീണിച്ചു, അത്രേ ഉള്ളൂ. എന്ത് കഴിച്ചാലും എനിക്ക് ശരീരത്തിൽ പിടിക്കൂല, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. തടിക്കേയില്ല എത്ര കഴിച്ചാലും. അതുകൊണ്ട് എന്തും കഴിക്കാം. ആരോഗ്യം പക്ഷെ പ്രശ്നമല്ലോ, ഹെൽത്തി അല്ലേ? ഞാൻ വെള്ളം കുടിച്ചാലും വണ്ണം വെക്കും. എനിക്കാണെങ്കിൽ എത്ര കഴിച്ചാലും ഇല്ല, ഉറങ്ങിയാലും പ്രശ്നമില്ല, തടിക്കൂല. പിന്നെ ഇപ്പൊ കുറെ ഉറക്കമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും എനർജി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, വണ്ണം ഇല്ലാന്നല്ലേ ഉള്ളൂ, എനർജറ്റിക് അല്ലേ? അലർജറ്റിക്ക, പിന്നെ അലർജറ്റിക്കാ. ഇങ്ങനെ നമുക്ക് കുറച്ചൊന്ന് തണുപ്പാകുമ്പോഴത്തേക്കും അലർജി ആയതുകൊണ്ട് ജലദോഷമായിരിക്കും, പകുതി ദിവസം ജലദോഷമായിരിക്കും. അങ്ങനെയുള്ളു. അങ്ങനെ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ മറ്റവരൊക്കെ നല്ലതാണ്. അപ്പൊ വീട്ടിലുള്ളവർക്ക് എത്രയോ മെച്ചം. ഇവിടെ മക്കൾക്ക് പോലും വരില്ല, എനിക്ക് പെട്ടെന്ന് വരും. ആർക്കെങ്കിലും പനിയൊക്കെ വന്നാല് പെട്ടെന്ന് എനിക്ക് പനി വരും, മക്കൾക്ക് വരെ വരില്ല. അതാണ് എന്റെ ആരോഗ്യം. മിസ്സേ, പണ്ട് കാലത്തുള്ളവര് നന്നായി പണിയെടുത്തിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് കുറച്ച് മടിയാണ്. അതായത് മണ്ണിലിറങ്ങി പണിയൊക്കെ എടുത്തിരുന്നു, അതായത് കിളയ്ക്കാനൊക്കെ, പറമ്പിൽ കൃഷി ചെയ്യാനൊക്കെ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതൊന്നും പറ്റില്ല. ശരിക്കും ജോസ്മി പറഞ്ഞത് കറക്റ്റ് ആട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ വീട്ടിലിരുന്നാണല്ലോ ക്ലാസ് എടുക്കുന്നത്. ഇനി പുറത്തു പോകുന്നത് ചുരുക്കമാണല്ലോ. ഇതിന് പ്രൊവിഷൻസ് വാങ്ങാൻ മാത്രമേ പോകുന്നുള്ളൂ. കുറച്ച് നാള് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് നടക്കാൻ പറ്റുന്നില്ല, കാലിന് മുട്ട് വേദന എടുക്കുന്നു, കാലുവേദന എടുക്കുന്നു, ഭയങ്കര ക്ഷീണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറെ ചെടികൾ ഇഷ്ടമാണ്, പക്ഷെ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അതിന്റെ പുറകെ പോകുന്നില്ലായിരുന്നു. അത് ചെയ്യാനും കുറച്ച് കിളയ്ക്കാനൊക്കെ തുടങ്ങി. അപ്പൊ എന്റെ ആ പെയിനൊക്കെ പോയി, ഞാൻ ഉഷാറായി. ഇവന്തോ 50ക്ക് അടുത്താവാറായെങ്കിലും എനിക്കിപ്പോ ആ ഒരു ഇത് വരുന്നില്ല. മറ്റേതൊരു 40+ ഒക്കെ ആയപ്പോഴേക്ക് ഈ ഒരു മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ അതൊക്കെ ഞാൻ കുറച്ചുകൂടെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്തു. ചെടികൾ നടാനും, ഭയങ്കര കൃഷി അങ്ങനെയൊന്നുമല്ല, എന്നാലും കുറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴേക്കും നമുക്കിത് എനിക്ക് കുറെ കോൺഷ്യസ് ആവുമ്പോൾ കുറെ പ്രശ്നങ്ങൾ വരികയാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ സ്റ്റെപ്പ് കയറുന്നതിലോ ഒന്നും, കുറെ നടക്കുന്നതിലോ ഒന്നും ഒരു പ്രശ്നം തോന്നുന്നില്ല. എനിക്ക് പറയില്ല, ഏജ്ഡ് ആവുമ്പോ നമ്മുടെ എല്ലുകളുടെ ഒക്കെ പ്രശ്നങ്ങളും ഒക്കെ വരുമല്ലോ. എന്റെ വാപ്പുമ്മാക്ക് ഒരു 82 വയസ്സുണ്ട്. അവരിപ്പോഴും നന്നായിട്ട് മുറ്റം തൂക്കും, വെളിയിറങ്ങി നന്നായിട്ട് മുറ്റം തൂക്കും. പക്ഷെ എനിക്ക് 32 ആ ഒരു ഏജേ ഉള്ളൂ. പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല കുനിഞ്ഞു കിടന്ന് മുറ്റം തൂക്കാൻ. ഞാൻ നിന്നിട്ടാണ് തൂക്കുന്നത്, അവര് കുനിഞ്ഞിട്ടും തൂക്കും. നമ്മുടെ അവിടെ ഇഷ്ടംപോലെ റബ്ബറുണ്ട്. അപ്പൊ അവരത്ര രാവിലെ വൈകിട്ട് എപ്പോഴും തൂക്കല്. പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല. എന്റെ അപ്പച്ചന്റെ അമ്മയ്ക്ക് 95 വയസ്സായി, അമ്മാമ്മയ്ക്ക്. അമ്മാമ്മ ഇപ്പോഴും പണികൾ ചെയ്യാൻ ഒരു കുഴപ്പമില്ല, മിറ്റടിക്കാൻ എല്ലാം ചെയ്യും. ഇപ്പൊ ഞാന് കഴിഞ്ഞ വട്ടം എന്റെ വീട്ടിൽ ചെന്നപ്പോ അമ്മാമ്മ അവിടെ ഉണ്ടായിരുന്നേ. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറാൻ തുടങ്ങി. അപ്പൊ അമ്മ പറഞ്ഞേ, അമ്മാമ്മയാണെങ്കിൽ സമ്മതിക്കൂല. അമ്മ പറഞ്ഞു, മതി അമ്മേ, അതവിടെ കിടക്കട്ടെ, പിന്നെ അടിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറയണേ, എനിക്കൊന്നും പറ്റൊന്നുമില്ല, നീയൊക്കെ അകത്തേക്ക് കേറി പൊക്കോന്ന്. അമ്മാമ്മ സമ്മതിക്കില്ല. അതുപോലെ ഇപ്പൊ ആൾക്കാര് ഇങ്ങനെ പറയുന്ന, ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് കുഴപ്പമില്ലാതെ അമ്മാമ്മ ആരും പിടിക്കാതെ നടക്കും. പക്ഷെ വല്യമ്മ, അപ്പച്ചന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യ, അതായത് അമ്മയുടെ മൂത്ത മരുമകള്, വല്യമ്മയ്ക്ക് വയ്യ, ആള് വടി കുത്തി പിടിച്ചിട്ടാണ് നടക്കുന്നത്. വല്യമ്മയ്ക്ക് ഇപ്പൊ ഒരു 65 അല്ല, ഒരു 70 വയസ്സൊക്കെ ആവാറായിട്ടുണ്ടാവും, അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ ആൾക്കാര് പറയുന്ന, അമ്മായിമ്മയ്ക്ക് കുഴപ്പമില്ല നടക്കാൻ, മരുമകൾക്കാണോ പ്രശ്നം എന്നാണ് ആൾക്കാര് പറയുന്നത്. അപ്പൊ എന്റെ അമ്മയും അപ്പനൊക്കെ പറയാം, അമ്മാമ്മ പണ്ട് പണിയെടുത്തതിന്റെ ഒരു ആരോഗ്യാണ്. രാവിലെ നേരത്തെയൊക്കെ, പുലർച്ചെ നേരത്തെയൊക്കെ എണീറ്റ്, എന്താ പറയാ, അമ്മ പറഞ്ഞ കേട്ടിട്ടുണ്ട്, വലിയ കാലത്തിൽ അത്ര അവിടെ ചോറൊക്കെ വെക്കാന്ന്. 18 ഞങ്ങളുണ്ടായിരുന്നു അത്ര തറവാട്ടില്. നടന്ന് ടൗണിൽ പോയി, നടന്ന് ടൗണിൽ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ തലയിൽ വെച്ച് അമ്മാമ്മ കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അങ്ങനെ പണിയൊക്കെ എടുത്തതിന്റെ ഒരു ആരോഗ്യാന്നാണ് പറയണ എല്ലാവരും. പിന്നെ പണ്ട് അങ്ങനെ മായങ്ങൾ ഒന്നും ഇല്ലല്ലോ, ഭക്ഷണത്തിലാണെങ്കിലും എല്ലാം നമ്മളുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടും. ഇപ്പൊ എല്ലാത്തിലും ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുമൊക്കെ ഉണ്ടാവാം നമ്മളുടെ ഈ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളും നമ്മൾ ബ്രീത്ത് ചെയ്ത് എയറും ഒക്കെ പൊള്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ. കുറെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു പ്ലസ് എന്തായാലും കിട്ടും.
അതാണ് ഒരു പ്രശ്നം. ഏത് സിറ്റിയിലേക്കൊക്കെ വരുമ്പോഴേക്കും പൊല്യൂഷൻ കൂടുതലാണ്, എയറൊക്കെ ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുക, അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ബട്ട് എപ്പോഴെങ്കിലൊക്കെ എല്ലാം ശരിയാകുന്നൊരു പ്രതീക്ഷ. യെസ്, നമ്മള് കുട്ടികളിൽ നമ്മൾ ഈ ഹൈജീൻ ഹാബിറ്റ്സ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഹൈജീൻ ഹാബിറ്റ്സ് അവർക്ക് എന്തൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാം, എന്തെല്ലാം ക്ലെൻലിനെസ്സിനും അതുപോലെ തന്നെ ഹൈജീൻ ആയിരിക്കാനും ബോഡി നീറ്റ് ആക്കി വെക്കാനും മറ്റു കാര്യങ്ങളിലും എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 6 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്. ഒരു 3 ആരെങ്കിലും വെച്ച് റീഡ് ചെയ്യാമോ? ആരെങ്കിലും? Habits of cleanliness. Habits once formed become a part of the personality of the child. So they must learn good habits from the period of being young. The teacher show clean and tidy, that itself affects the habits of the student. Clean body, skin. If the surface is not kept clean, it will not be able to check the influence of germs. So teachers should highlight the significance of a clean body, skin, and the outer surface of the body. Neatness of hair, nails, fingers, and teeth. These parts of our body should be maintained clean by washing, combing, cutting, and brushing whenever required. ഓക്കെ അലീസ, ഈ 3 പോയിന്റ്സ് അലീസയ്ക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? വേർഡ് മീനിങ് അല്ല, ജസ്റ്റ് ഒന്ന് അതിന്റെ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം മാഡം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മള് കുഞ്ഞുങ്ങളെ അവര് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഗുഡ് ഹാബിറ്റ്സ്, അതായത് നമ്മുടെ ബോഡി പാർട്സ്, നമ്മുടെ ചുറ്റുപാടൊക്കെ എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ചെറുപ്പകാലം തൊട്ട് അവരെ ശീലിപ്പിക്കുകയാണെങ്കിൽ ഒരു വലുതായാലും ആ ശീലം അവര് കൊണ്ടുപോകും. അപ്പൊ ആ ഒരു ഗുഡ് ഹാബിറ്റ്സ് ലേൺ ചെയ്യേണ്ടത് അവര് ആ ഒരു യങ് ഏജിൽ തന്നെയാണെന്നാണ് ഫസ്റ്റ് പോയിന്റ് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ, ബോഡിയും സ്കിന്നും എങ്ങനെ ക്ലീൻ ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു മേശ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മേശ ക്ലീൻ അല്ലാതെ അഴുക്ക് പിടിച്ചിരിക്കുവാണെങ്കിൽ അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവിടെ അഴുക്കുണ്ടാകും. അപ്പൊ അത് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ എന്ന് കുട്ടികൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ, ഇങ്ങനെ അഴുക്കുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് വേണം കഴിക്കാൻ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡ് എപ്പോഴും കുടഞ്ഞിട്ട് വേണം നമ്മൾ കയറി കിടക്കാൻ. പിന്നെ ഒരു 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ബെഡ്ഷീറ്റ്, പില്ലോ എല്ലാം മാറ്റണം. കാരണം നമ്മുടെ സ്കിൻ സെൽസ് ഒക്കെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇരുന്ന് നമുക്ക് സ്കിൻ അലർജി ഉണ്ടാകും എന്ന് അവരെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഓർമ്മയിലിരിക്കും. അവർ വലുതായാലും അത് ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയും സ്കിന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് അവരെ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ ബോഡിയുടെ ഹെയർ, നെയില്, ഫിംഗർ, ടീത്ത് ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ചീപ്പൊക്കെ വെച്ച് നന്നായിട്ട് ചീകി, നെയിലെല്ലാം കട്ട് ചെയ്ത് പല്ല് 2 നേരം തേക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് അത് എപ്പോഴൊക്കെ ചെയ്യണം എന്നും കൂടി പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവരത് കൃത്യമായിട്ട് ചെയ്യും. ഇത്ര എനിക്ക് മനസ്സിലായത്. ഇത് തന്നെയാണ് ശരിക്കും നല്ലത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളും കൂടിയാണ് അലീസ പറഞ്ഞത്. നമ്മളെല്ലാരും തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലെ? കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്കൂളിൽ നല്ല ആക്റ്റീവായ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് സൈഡിൽ നിന്നും ഇതുപോലുള്ള കാര്യങ്ങൾ, ഹൈജീൻ ഹാബിറ്റ്സ് കുട്ടികളിലേക്ക് പകർന്നു വരണം. ഓക്കെ, അതിനകത്ത് ഞാൻ അധികമായിട്ടൊന്നും പറയേണ്ടത് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് 3 പോയിന്റ്സ് ഉണ്ട്. അതാരെങ്കിലും റീഡ് ചെയ്തു? യെസ് പ്ലീസ്, ആരാ വായിക്കാം? ആരും ഇല്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരും എന്നുള്ളത് കൊണ്ടാണോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും അവര് അതെല്ലാം പഠിച്ചു വരുന്നതും ഒക്കെയാണല്ലോ. ഇത് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. യെസ് പ്ലീസ്.
മിസ് എവിടെ തൊട്ടാ മിസ് വായിക്കേണ്ടത്? ആ നാലാമത്തെ പോയിന്റ്സ് ഇല്ലേ, ഇയേഴ്സ്. ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണുന്ന ബുള്ളറ്റ് പോയിന്റ് കണ്ടോ, ഇയേഴ്സ്, ഐസ്, നോസ്. ഓക്കെ. ഞാൻ വായിക്കാം. ഓക്കെ മിസ്സേ, വായിച്ചോളൂ. ഓക്കെ. ഇയേഴ്സ്, ഐസ്, നോസ് ആൻഡ് ത്രോട്ട്. ഇത് സൂം ചെയ്ത് വായിക്കുന്നതാണേ. ത്രോട്ട്. ഇയേഴ്സ് ബീങ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻസ് ഓഫ് ദ ബോഡി. ഇങ്ങനെ വായിച്ചാൽ ശരിയാവുന്നില്ല. എനിക്കിങ്ങനെ ഇതിൻ്റെ അകത്ത് ഓർഗൻസ് ഓഫ് ദ ബോഡി ഷുഡ് ബി കെയർ ഫോർ ആൻഡ് എനി defect injury in the ear should be immediately brought to the notice of a doctor's eye. Zoom ചെയ്ത് വായിക്കുന്നതാണ് ബുദ്ധിമുട്ട്. Should be washed regularly with clear water. In the same way, the nose and throat are also to be kept clean. Throat is joined with the nose, ears and mouth. ഓക്കെ സ്വപ്ന, ഇതൊന്ന് സ്വപ്നയ്ക്ക് കണക്ട് ചെയ്ത് പറയാമോ? പറയാം. ഞാൻ ഒന്നുകൂടി ഒന്ന് വായിക്കട്ടെ. എനിക്ക് കണ്ണാടിയും കൂടെ വെച്ചിരിക്കുന്നുണ്ട്. ഈ സൂം ചെയ്യുന്ന കാരണം ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട്. ഓക്കെ. ഇയേഴ്സ് കണ്ണ്, ചെവി, കണ്ണ്, മൂക്ക് ആൻഡ് ത്രോട്ട്, തൊണ്ട. ഇയേഴ്സ് ബീങ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻസ്. ഓക്കെ, നമ്മുടെ ചെവിയാണ് നമ്മുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഓർഗൻ ആണ്. ബോഡിയിലെ ഒരു ഇമ്പോർട്ടന്റ് ഓർഗൻ ആണ് നമ്മുടെ ചെവി. ഷുഡ് ബി കെയർഡ് ഫോർ ആൻഡ് എനി ഡിഫക്റ്റ് ഓർ ഇഞ്ചറി ഇൻ ദ ഇയേഴ്സ്. ഒരിക്കലും ഇത് അതായത് ഡിഫക്റ്റ് ഒന്നും വരരുത്, ഇഞ്ചറി ഒന്നും വരരുത്. ഇയർ ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ത്രൂ ദ നോട്ടീസ് ഓഫ് എ ഡോക്ടർ. എന്തെങ്കിലും പ്രശ്നം വന്നാല് ഡോക്ടറെ കൊണ്ട് കാണിക്കണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാല് ഐ ഷുഡ് ബി വാഷ്ഡ് റെഗുലർലി. നമ്മുടെ കണ്ണുകൾ എന്നും ദിവസവും നമ്മൾ വാഷ് ചെയ്യണം വിത്ത് ക്ലീൻ വാട്ടർ, നല്ല വെള്ളത്തില്. ഇൻ ദ സെയിം വേ ദ നോസ് ആൻഡ് ത്രോട്ട് ആർ ഓൾസോ ടു ബി. ഓക്കെ, ഇൻ ദ സെയിം വേ നമ്മുടെ മൂക്കും നമ്മുടെ തൊണ്ടയും നമ്മൾ ക്ലീൻ ആക്കണം. ത്രോട്ട് ഈസ് ജോയിന്റ് വിത്ത് നോസ്. ഓക്കെ, നമ്മുടെ തൊണ്ട ജോയിന്റ് വിത്ത് നമ്മുടെ മൂക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതെന്താ, ഇപ്പം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂക്കിൽ മരുന്ന് ഒഴിച്ചാലും നമുക്ക് തൊണ്ടേ വരും, ചെവിയിൽ മരുന്ന് ഒഴിച്ചാൽ തൊണ്ടേ വരും. ഇയേഴ്സ് ആൻഡ് മൗത്ത്. ഇയേഴ്സ് ഓൾസോ കണക്റ്റഡ് വിത്ത് മൗത്ത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, നമ്മളുടെ കണ്ണ്, അതുപോലെ തന്നെ ചെവി, മൂക്ക്, തൊണ്ട അല്ലെ. നമുക്കൊരു കോൾഡ് വന്നാൽ ഇതൊക്കെ പ്രശ്നം. ചില സമയത്ത് ചെവി ചൊറിയും. എനിക്ക് കോൾഡ് വരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ലക്ഷണമാണ് ചെവി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ചൊറിയുന്ന പോലെ തോന്നും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ കോൾഡ് ആകും. പിന്നെ തൊണ്ടയ്ക്ക് പ്രശ്നം. എല്ലാം കണക്റ്റഡ് ആണ് അല്ലെ. ഇപ്പൊ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ എല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ കണ്ണിന്റെ കാര്യം, ഈ 2 പ്രാവശ്യം കണ്ണിന് ഒരു ഇഷ്യൂ വന്നതാ. വേറൊന്നുമല്ല, ഒരു പ്രാവശ്യം ഈ പാർട്ടില്ലേ, അരിമ്പാറില്ലേ, അത് കണ്ണിന്റെ ഈ പോളയുടെ താഴെയായിട്ട് വന്നു. വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് വളർന്ന് പോളയിലായി നമ്മുടെ കണ്ണിന്റെ വയറ്റില് കിട്ടി. യെസ് ഓക്കെ, ഇത് പറയാണ്ടോ സ്വപ്ന? ഇല്ല മിസ്സേ. ഓക്കെ, ഇപ്പൊ വയറ്റില് മുട്ടിയപ്പോഴേക്കും ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അത് പ്രൊസീജിയർ ചെയ്ത് അത് കളയണം എന്ന് പറഞ്ഞു. അത് കരിച്ചെന്തോ കളയുവാണ് അവര്, ചെറിയൊരു പ്രൊസീജിയർ ചെയ്ത്. അങ്ങനെ അത് ചെയ്തു. 2 ദിവസം അങ്ങാണ്ട് കണ്ണു മൂടി വെക്കണ്ടേ പോകുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ബസ്സിൽ പോവുക. ആ സമയത്ത് സ്പെക്സ് ഒന്നും ഉപയോഗിക്കുന്ന ടൈമല്ല. പെട്ടെന്ന് ഈ ബസ് നല്ല സ്പീഡിൽ പോവുക. കാറ്റത്ത് എന്തോ വന്ന് കണ്ണി വീണ പോലെ തോന്നി. ഭയങ്കര ബുദ്ധിമുട്ട്. അത് കണ്ണ് തുറക്കാനും വയ്യ, അടയ്ക്കാനും വയ്യാത്തത്, ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ. കണ്ണ് തിരുമരുതെന്നുള്ളത് കാരണം ഇങ്ങനെ പേടിച്ച് തിരുമാതിരിക്കുക. അപ്പൊ ഈ കണ്ണില് വീണു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കണ്ണങ്ങനെ അടച്ചിട്ട് ഈ കണ്ണിന്റെ ഐബോളിന്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ഇത് മനങ്ങും. അപ്പൊ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിന്റെ ഐബോളിൽ ഇങ്ങനെ നമ്മൾ പതുക്കെ മസാജ് ചെയ്യുമ്പോൾ ഈ ഐബോൾ മൂവ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും പുറത്തേക്ക് പോകുന്നു വെച്ചു. വീട്ടിൽ വന്ന് കുറേ നേരം കണ്ണ് കഴുകി, എന്നിട്ടും മാറുന്നില്ല. അസ്വസ്ഥത കൂടുവാണ്. അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോ ഹസ്ബൻഡ് നോക്കിയപ്പോ എന്റെ കണ്ണിന്റെ വെള്ളയില് ഒരു ഉറുമ്പ് ഇങ്ങനെ കടിച്ചിരിക്കുക. കണ്ണായത് കാരണം ആൾക്ക് എടുക്കാൻ ഒരു പേടി.
അപ്പോഴേക്ക് രാത്രി 7 മണി 8 മണിയൊക്കെ ആയി. ഹോസ്പിറ്റലൊന്നും ആ സമയത്തില്ലല്ലോ. പിറ്റേ ദിവസം രാവിലെ ഡോക്ടറുടെ അടുത്ത് ചെന്നു. ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചത് എടുക്കാൻ പറ്റില്ല, കാരണം ഈ ഉറുമ്പിനിന്റെ കാലിങ്ങനെ ഒരു ഭയങ്കര ഒരു ഷാർപ്പാണ്, കടിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ ഈ കുക്കിട്ട പോലെ ഇങ്ങനെ ഇരിക്കുക. ഉറുമ്പ് ചത്തുപോയി. ഡോക്ടർ പിന്നെ എന്തോ ഒരു ഡ്രോപ്സ് ഒഴിച്ച് ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം പതുക്കെ അതിനെ എടുക്കുക ചെയ്തത്. അങ്ങനെ കണ്ണിന് ആ ഒരു ഉറുമ്പിനെ എടുക്കാൻ എനിക്ക് 500 രൂപ ചെലവായി. അപ്പൊ അതിന്റെ കണ്ണിന് സംഭവിച്ചു. ത്രോട്ടിനും ഒരു സംഭവം സംഭവിച്ചു. ത്രോട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഫിഷ് കഴിക്കുന്ന ആളാണ്. ആ സമയത്ത് കോവിഡിന്റെ സമയം വെച്ചാൽ ആൾക്കാർ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങി. പക്ഷെ എന്നാലും ഓൺലൈനായിട്ട് ട്യൂഷൻസ് ഒക്കെ നടക്കുന്ന ടൈം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്, മാത്സ്, ഷാർജയിൽ അവര്. അതിനു മുമ്പ് അല്ലാതെ ഒരു ആപ്പിൽ ട്യൂഷൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അവരുടെ ടൈം കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഞാനൊരു 2-2:30 നമ്മുടെ 2:30 വെച്ചിരുന്നു. അതിനു മുമ്പുള്ള ട്യൂഷൻ കഴിയാൻ ലേറ്റ് ആയി. അപ്പൊ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഈ കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ. അങ്ങനെ 3:30-4 മണി വരെ എടുക്കും. ഞാൻ ഓടി വന്ന് ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കായിരുന്നു. 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഒരു ചുവന്ന മീനുണ്ടല്ലോ, നിങ്ങൾ കിളിമീൻ എന്ന് പറയും, അതിന്റെ ഇച്ചിരി വലുതായിരുന്നു, അതൊക്കെ ഫ്രൈ ആയിരുന്നു. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു മുള്ളു കൊണ്ടു. അപ്പൊ ശരിക്കും കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്തിട്ടും ചോറൊക്കെ വിഴുങ്ങിയിട്ടൊന്നും ഇത് പോകുന്നില്ല. പഴം എടുത്തിങ്ങനെ വിഴുങ്ങി നോക്കി, എന്നിട്ട് പോകുന്നൊന്നുമില്ല. ഞാൻ ഓർത്തു ചിലപ്പോ ഇങ്ങനെ കൊള്ളുമ്പോ ഇത് പോകുവാണെങ്കിൽ പോണ വഴിക്ക് ഒരു മുറിവുണ്ടാക്കും. മുള്ളാണല്ലോ, ഞാൻ മുറിവിന്റെ ആയിരിക്കും വിചാരിച്ചു. ഞാൻ പോയി ക്ലാസ്സിന്റെ ടൈം ആയതാണ് വേഗം ചെന്ന് അതിനെ ക്ലാസ് എടുക്കാനായിട്ട് ചെന്ന് നിന്ന് ഇതിനോട് സംസാരിക്കാൻ തുടങ്ങിയത് എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. മുള്ളു കറക്റ്റ് ആ വോക്കൽ കോഡിന്റെ എവിടെയാണ് കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിനോട് പറയാനും പറ്റുന്നില്ല എനിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത്. ഞാൻ പിന്നെ വേഗം മോളെ വിളിച്ചിട്ട് മോളോട് ആംഗ്യത്തിലൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടിയോട് ക്ലാസ് പിന്നെ കൊടുക്കാമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ എന്റെ ഫ്രണ്ടിന് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചു, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി വേഗം പറഞ്ഞു, വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോക്കോ, ഇത് ഇച്ചിരി സിവിയർ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ, എനിക്ക് ആകെ പറ്റുന്ന ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലർന്ന് കിടക്കാൻ പറ്റും. വേറെ ഒരു പോസ്റ്ററിലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥത, സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ 6 മണി വരെയൊക്കെ എങ്ങനെയൊക്കെയോ സഹിച്ചു. ഹസ്ബൻഡ് എത്താൻ 9 മണിയാവും. ഞാൻ പിന്നെ ഇറങ്ങി ഹോസ്പിറ്റലിൽ പോവാന്ന് കരുതി ഇറങ്ങിയപ്പോ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള 2 ഹോസ്പിറ്റലിലും ENT ആ സമയത്ത് ഡ്യൂട്ടിയിലില്ല. അത് അവര് നോക്കിയപ്പോ മുള്ളവിടെ ഇരിക്കുന്നത് അവർക്ക് കാണാന്ന് പറഞ്ഞു. ഒരു ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോ മുള്ളിരിക്കുന്നത് അവർക്ക് കാണാം. പക്ഷെ ENT ഇല്ലാത്ത കാരണം ഡ്യൂട്ടി ഡോക്ടർ, അവർക്ക് അത് ചെയ്യാൻ ധൈര്യമില്ല. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലില് പണ്ടുണ്ടായിരുന്ന ഒരു ENT ഒരു ക്ലിനിക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് നമ്പർ തന്നു. അവിടെ വിളിച്ചപ്പോ അവര് ഡോക്ടറുടെ അസിസ്റ്റന്റ് പറഞ്ഞു, നാളെ വാ, ഇന്നിപ്പോ സമയം കഴിഞ്ഞ് പോവാന്നുള്ളൂ. നമ്മുടെ നാളെ ആകുമ്പോഴേക്കും എന്റെ കാര്യം തീരുമാനമാവുന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചാലാക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ഞാൻ ഓട്ടോ പരിചയമുള്ള ഒരു പയ്യനെ വിളിച്ചു. അങ്ങനെ ആ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ റെസിഡന്റ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെന്നപ്പോ അവിടെ നിന്ന് സ്റ്റാഫ് പറയും, നീ അവിടെ കീറിയിട്ട് എടുക്കണം, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കീറി നോക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോഴേക്കും ഒരു ഡോക്ടർ വന്നു, ഒരു കുട്ടി ഡോക്ടർ, പെൺകുട്ടിയായിരുന്നു. അവര് വന്ന് ടോർച്ച് അടിച്ച് നോക്കി, ടീസർ ഇട്ടിട്ട് ആ മുള്ളെടുത്തു. കോമ പോലെ ഇരിക്കുന്ന നല്ല കട്ടിയുള്ള ഒരു മുള്ളായിരുന്നു. ഞാൻ അവരെ തൊഴുതു, കാരണം ഞാൻ അത്രയും അനുഭവിച്ചു. അത് വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എടുക്കും. അതൊക്കെ നമ്മളൊന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളാണെങ്കിലും ഒക്കെ ഒന്ന് നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള ഫുഡൊക്കെ ആണ് കഴിക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ത്രോട്ട് അത് നമുക്ക് വേണ്ടുന്നത് തന്നെയാണല്ലോ. ശബ്ദമാണ് നമ്മുടെയൊക്കെ ആയുധം. അതൊക്കെ സൂക്ഷിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലോത്തിങ്. ഇതാരാ വായിക്കുന്നത്? സ്വപ്ന തന്നെയാണോ? വായിക്കാൻ പറ്റുമോ? Clothing. One puts on different types of clothes according to various seasons. Those should be clean and neat. The undergarments which are close to the body should also be kept clean and tidy. Habits of using handkerchief. We have to develop the habit of using handkerchief in children. They can use it while they are sneezing, coughing, yawning, etc. Health education helps a person to keep his body healthy and keep himself free from illness. The
The health of each individual is very required to build a healthy community. Clothing എന്ന് പറയുന്നത് one puts of different types of cloth according to various season. ഓരോ സീസണിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് കുട്ടികൾക്ക് കൊടുക്കണം. അതായത് തണുപ്പ് കാലത്ത് നല്ല സ്വെറ്ററൊക്കെ ഇടാൻ, പിന്നെ ചൂടുള്ള സമയത്ത് അതുപോലത്തെ ഇതായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനും, അത് നല്ല ക്ലീനും നീറ്റും ആയിട്ടുള്ള ഡ്രസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കണം, വാഷൊക്കെ ചെയ്ത് അഴുക്ക് പിടിച്ചത് അല്ലാതെ. പിന്നെ ദ അണ്ടർ ഗാർമെന്റ്സ് വിച്ച് ആർ, എപ്പോഴും കുട്ടികൾക്ക് അണ്ടർ ഗാർമെന്റ്സ് ഇട്ട് കൊടുക്കണം. അത് നീറ്റും ക്ലീൻ ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഇട്ട് കൊടുക്കണം. അതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ഹാബിറ്റ് ഓഫ് യൂസിങ് ഹാൻഡ് കർച്ചീഫ്. We have to develop the sneezing, coughing, YAWNING. കോട്ട് വായുടെ ഒരു എന്നും കൂടി ഉണ്ട്, YAWNING. എന്നും കൂടെ ചേർക്കും കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, പറഞ്ഞു. കുട്ടികൾക്ക് ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശീലിപ്പിക്കണം. അവര് സ്നീസ് ചെയ്യും, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും. മറ്റേത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കുട്ടികൾക്ക് അത് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ ഹെൽത്തി എഡ്യൂക്കേഷൻ ഹെൽപ്സ് എ പേഴ്സൺ. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാല് രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ഉണ്ടാകും. അതുകൊണ്ട് കുട്ടികളെപ്പോഴും നീറ്റായിട്ട് നമ്മൾ എല്ലാം നല്ല ഹാബിറ്റുകൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ച് തുമ്മുമ്പോഴൊക്കെ അത് വായോട് അടുത്ത് പിടിച്ചിട്ടൊക്കെ തുമ്മാനൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഹെൽത്തി ഓരോരുത്തരും അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ഹെൽത്തി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. ഇതൊക്കെ എനിക്ക് മനസ്സിലായി. യെസ്, ഓക്കെ, വെരി ഗുഡ്. യോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കോട്ട് വൈഡ് അല്ലേ, മൗത്ത് വൈഡ് ഓപ്പൺ ആവുന്ന സമയമാണല്ലേ. ഏകദേശം കുറച്ചധികം സമയത്തൊക്കെ അത് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ ജേംസിന് എൻറ്റർ ചെയ്യാനായിട്ട് നല്ലൊരു ഇത് കിട്ടും. അതുകൊണ്ട് അത് വാ പൊത്തിപ്പിടിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെ എല്ലാം ഈ അണുക്കള് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ സീസൺ അനുസരിച്ചുള്ള ഡ്രസ്സ്, ഈവൻ ദോ നമ്മളുടെ കേരളത്തില് ഹൈ റേഞ്ച് ഏരിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും നമ്മളുടെ ഒരു ക്ലൈമറ്റിന് ഏറ്റവും യോജിച്ചത്. ഹൈ റേഞ്ച് ഏരിയയിലുള്ള ഒരു തണുപ്പ് കൂടുന്ന സമയത്ത് അവർ സെറ്റേഴ്സ് യൂസ് ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും നല്ല നാച്ചുറൽ ഫൈബേഴ്സ്, കോട്ടന്റെയും ജൂട്ടിന്റെയും ഒക്കെ ഡ്രസ്സ് ആയിരിക്കും നമുക്ക് പറ്റുക. പിന്നെ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും അവരവരുടെ അളവിനുള്ള ഡ്രസ്സ്, അത് ലൂസും ഭയങ്കരമായ ലൂസും ടൈറ്റും ആകാത്ത രീതിയിൽ നല്ല നമ്മുടെ സൈസിലുള്ള ഡ്രസ്സ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അണ്ടർ ഗാർമെന്റ്സ് നമ്മുടെ ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്നതാണ് അല്ലെ, ചേർന്ന് കിടക്കുന്നതാണ്. അപ്പൊ എപ്പോഴും നല്ല നീറ്റും ക്ലീനും ആയിരിക്കണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഇതുപോലെ കോട്ടുവായ ഇടുമ്പോഴെല്ലാം നമ്മൾ വായ പൊത്തിപ്പിടിക്കണം. അത് ഹാൻഡ് കർച്ചീഫിന്റെ യൂസ് അത് അവരെ എപ്പോഴും ശീലിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ ഹാൻഡ് കർച്ചീഫ് കിട്ടാത്തൊരു സന്ദർഭമാണെങ്കിൽ എല്ലാരും പറയുന്നത് ഈ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, ഷർട്ടിന്റെ കോളറാണ് നല്ലത്. കാരണം ഷർട്ടിന്റെ കോളർ ഭാഗം ആവുമ്പോൾ കുട്ടി എപ്പോഴും തൊടില്ല, മറ്റു കുട്ടികളും തൊടില്ല. ഈ ഹാൻഡ് കർച്ചീഫ് ആകുമ്പോൾ മറ്റു കുട്ടികളുടെ കയ്യിലൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ചെറിയ കുട്ടികളാകുമ്പോൾ ശ്രദ്ധിക്കില്ലല്ലോ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാം എന്നിങ്ങനെ ഒരിടത്ത് വായിച്ചപ്പോ ഹാൻഡ് കർച്ചീഫ് കയ്യിലില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ചുമയോ തുമ്മലോ വരുമ്പോ കോളർ എടുത്ത് മറയ്ക്കുക എന്നങ്ങനെ വായിച്ചു ഏതൊരു ഹെൽത്ത് റിലേറ്റഡ് ഒരു ആർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു ഹെൽത്തിന്റെ റിലേറ്റഡ്. ഞാൻ ഫസ്റ്റ് യൂണിറ്റിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തന്നിരുന്നു? തന്നില്ല. അപ്പൊ ഫസ്റ്റും സെക്കൻഡും തരാനുണ്ട്. സോ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഒക്കെ യൂണിറ്റ്സ് നിങ്ങൾക്ക് കഴിഞ്ഞു, റൈറ്റ്? കഴിഞ്ഞു. സോ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 6 ആണ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, അപ്പൊ നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യവും ഹൈജീനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാലും അതിന്റെ ഇടയ്ക്ക് നമ്മൾ മനസ്സിന്റെ ആരോഗ്യത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. അരിസ്റ്റോട്ടൽ സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞു. നമ്മൾ കുറെ ഫ്രേസസും അതിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കുകയും ചെയ്തു. ഓക്കെ,
അപ്പൊ ഇനി നമുക്കുള്ളത് 6th യൂണിറ്റ് ആണ്. അപ്പൊ പാർട്ട് 1 ഇനി ഞാൻ എടുക്കാനുള്ള ഈ ഒരു 6 കൂടിയേ കഴിയാനുള്ളൂ അല്ലെ? ബാക്കിയെല്ലാം കഴിഞ്ഞില്ലേ എല്ലാവരുടെയും? കഴിഞ്ഞോ? 6 കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ 6th യൂണിറ്റ് ആണ് ഇനി എടുക്കാനുള്ളത്. ദാറ്റ് ഇസ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പൊ അതിന് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. 2 യൂണിറ്റ്സ് കഴിയും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്തു. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് കളക്ട് ചെയ്തു. പിന്നെ 10 പേരെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് കിട്ടുന്ന വേരിയസ് ഏജൻസീസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതിനകത്ത്? ഇല്ല മാഡം. ഓക്കെ. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ പിക്ചർ അത് പറഞ്ഞിരുന്നോ? ഇല്ല പറഞ്ഞില്ല. നമ്മള് കോവിഡ് സമയത്തായിരുന്നു അത് കൂടുതലായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു പോപ്പുലർ ആയത്. എല്ലായിടത്തും അതിന്റെ ചാർട്ടുകളൊക്കെ വെച്ചത്. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എത്രയോ സ്റ്റെപ്സ് ഉണ്ട്, 7 സ്റ്റെപ്പോ അങ്ങനെ എന്തുകൊണ്ട്. ഈ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് പിക്ചർ മാത്രം ഒന്ന് കളക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ആയിട്ട് നിൽക്കട്ടെ. ചിലപ്പോൾ ആ പിക്ചറിന്റെ താഴെ തന്നെ ആ ചെയ്യുന്ന സ്റ്റെപ്പ് ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്തോ കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ ചാർട്ടിൽ മുഴുവനായിട്ട് വരയ്ക്കാൻ പറ്റുന്നവർ വരയ്ക്കുക, അല്ലാത്തവര് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക ആ പിക്ചർ. പിന്നെ മാം ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് മാം ചാർട്ടിൽ വരച്ചിട്ട് അത് എഴുതിയാലും മതിയല്ലോ? ചാർട്ടിൽ വെച്ചിട്ട് എഴുതിയാലും മതി. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ചാർട്ടായിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പ്ലക്കാർഡ്സ് പോലെ 7 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പും ഒരു കാർഡ്ബോർഡിൽ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കൈ പിടിക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുട്ടികളെ നിരത്തി നിർത്തി ഓർഡറിൽ ഈ പ്ലക്കാർഡ്സ് കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യിക്കാം. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ ഒരു റൈം ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടോണില് ഋതത്തിലൊക്കെ റൈം പാടി കുട്ടികളെ കൊണ്ടൊരു റോൾ പ്ലേ പോലെ ചെയ്യിക്കാം. അങ്ങനെ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കൂ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ആക്ഷൻ സോങ്ങിലൂടെ ചെയ്യിക്കാം അവരെ കൊണ്ട്. ഇതുപോലെ പ്ലക്കാർഡ്സ് കയ്യിൽ കൊടുത്തിട്ട് ആക്ഷൻ സോങ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ചാർട്ട് കാണിച്ചിട്ട് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ഇനി അതുമായിട്ടൊരു കഥയുമായിട്ട് ചേർത്തിട്ട് വൈറസ് വരുന്നു, എല്ലാവരും ഓടിപ്പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഥ പോലെ പറഞ്ഞ് അവരെ കൊണ്ടപ്പോ അവര് വെള്ളത്തിൽ കളിക്കാൻ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവും. അപ്പൊ ഹാൻഡ് വാഷിംഗ് അവര് നല്ല എൻജോയ് ചെയ്ത് ചെയ്യും. അവര് നല്ല നീറ്റായിട്ട് ആ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് അവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറും. നമ്മൾ ചുമ്മാ ലെക്ചർ ക്ലാസ് എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒന്നും കിട്ടില്ല. അപ്പൊ അതുപോലെ ചെയ്യണം. അപ്പൊ അത് ചെയ്യാം. മാം പറഞ്ഞായിരുന്നു കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പ്ലക്കാർഡ്സ് വെച്ച് ഹാൻഡ് വാഷിന്റെ ആക്ഷൻ സോങ് കളിപ്പിക്കാന്ന്. ശരി ശരി. ഇത് ഈ കാർഡും കൂടെ പ്ലക്കാർഡ്സും കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചാർട്ടോ എന്താ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഒരു ടേബിള് സെറ്റ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സന്റെ റൊട്ടീൻ. 10 പേരെ മീറ്റ് ചെയ്തപ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അൺഹെൽത്തി, ഇങ്ങനെ കമ്പാരിസൺ ടേബിൾ പോലെ അങ്ങനെ ചെയ്യാം. അൺഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ രീതികള്, ഹെൽത്തി ആയിട്ടുള്ള ഒരാളുകളുടെ രീതി. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. അവരവരുടെ ഡേ ടു ഡേ ടാസ്ക് എല്ലാം വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യും. അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് പല മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരും, അസുഖങ്ങൾ ഉണ്ടാവും, പല മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരും. എല്ലാ ഭക്ഷണവും അയാൾക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ആക്റ്റീവായി പല കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ സോഷ്യലൈസ് ചെയ്യുന്നത് കുറയുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആ ഒരു കമ്പാരിസണിൽ തോന്നുന്നത്, ഹെൽത്തി അൺഹെൽത്തി ആയിട്ടുള്ള ആളുകളെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവര് ചെയ്യുക. അത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? യെസ്. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ആരാ സൈൻ ഔട്ട് ചെയ്യുന്നത്? എഴുതിയാ മതിയോ? എന്തോ പേപ്പറിലോ ഷീറ്റിൽ എഴുതിയാ മതിയോ? എന്താ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ആണോ അതോ കമ്പാരിസൺ ടേബിൾ ആണോ? അല്ല, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്. ശരി. പേപ്പറിൽ എഴുതുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? പേപ്പർ നമ്മൾ അതുപോലെ സെക്യൂർ ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. പിന്നെ നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ പോവുകയാണ്, ടീച്ചിങ് പ്രാക്ടീസിനോ വർക്ക് ചെയ്യാനോ പോകുമ്പോൾ നമുക്കിതൊന്ന് കാണിക്കണമെങ്കിൽ ലൂസ് ഷീറ്റ് ആയാൽ അത് ഇരിക്കില്ല. കുട്ടികൾ കയ്യിലെടുക്കും, അത് കീറിപ്പോവാം, അങ്ങനത്തെ ഒക്കെ ചാൻസസ് ഉണ്ട്. ഒരു കാർഡ്ബോർഡിൽ ഒട്ടിക്കുവാണെങ്കിൽ നന്നായിരിക്കും. പേപ്പറിൽ എഴുതിയിട്ട് ഒരു കാർഡ്ബോർഡിലേക്ക് ഒട്ടിക്കുവാണെങ്കിൽ അത് സേഫ് ആയിട്ടിരിക്കും.
ഇരുപത്. നയന എന്തെങ്കിലും ചോദിക്കാമല്ലോ? നയനയാണ് നോക്കാനും. അല്ല മാം, സൈനിങ് അപ്പ് വേണ്ടി വന്നതാ. ഓക്കെ ഓക്കെ പറയൂ. Thank you. Hi everyone. Today we learned about modern concept of health, physical fitness and wellness. We have to follow hygiene and physical fitness on this modern world because lot of identified and unidentified diseases around us. So trained out children's good habit and build a healthy world. I heartily thank to Jisha ma'am for your valuable time and knowledge which you share with us. I hope you all understand the lesson and try to follow good habits and do it in your future life. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.